അമിതവണ്ണവും പൊണ്ണത്തടിയും ഒക്കെ ഉള്ളവരുടെ എണ്ണം ദിവസവും കൂടി വരികയാണ്. ചില ആളുകൾ ഇത് എങ്ങനെയെങ്കിലും രീതിയിൽ കുറയ്ക്കാനായിട്ട് ശ്രമിക്കും. അതിൽ അധികം പേരും ഒരു പണിയും ചെയ്യാതെ സുഖമായി ഇരുന്ന് ഇത് എങ്ങനെ കുറയ്ക്കാം എന്ന് ആലോചിക്കുന്നവരാണ്. മറ്റു ചിലര് ഇത് കുഴപ്പമില്ല എന്ന രീതിയിൽ മുൻപോട്ട് പോകുന്നവരാണ്. അമിതവണ്ണം, പൊണ്ണത്തടി ഇത് എങ്ങനെ ഉണ്ടാവുന്നു, നമുക്കിത് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും? സാധാരണ നമ്മൾ ബാഹ്യമായി കാണുമ്പോൾ ഒരു പ്രശ്നം മാത്രമാണോ ഇത്? കുറയ്ക്കാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? അതെല്ലാമാണ് പറയാൻ പോകുന്നത് ഞാൻ, ഡോക്ടർ ഷോളി എലിസബത്ത്. അമിതവണ്ണവും പൊണ്ണത്തടിയും എല്ലാം ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി, അതായത് കായിക അധ്വാനം കുറയുന്നു എന്നതാണ്. അതേപോലെ വളരെ അധികമായിട്ടുള്ള അളവിൽ ഭക്ഷണം കഴിക്കുക, പല തവണയായിട്ടുള്ള ഭക്ഷണ രീതി, കലോറി അധികമുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത്, ഉറക്കക്കുറവ്, തൈറോയിഡ്, PCOD പോലെയുള്ള രോഗങ്ങൾ, സ്റ്റിറോയിഡ്സ് കഴിക്കുന്നത്, നമ്മുടെ ഹോർമോൺസിലുള്ള എന്തെങ്കിലും വ്യതിയാനങ്ങൾ, ഇതെല്ലാമാണ് സാധാരണയായിട്ട് ഇത് ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ട് കാണാറുള്ളത്. നമുക്ക് അമിതവണ്ണമുണ്ടോ എന്നുള്ളത് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക? ഇത് അറിയാനായിട്ട് സാധാരണ നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് BMI ആണ്. പിന്നെ അതുകൂടാതെ വേസ്റ്റ് സർക്കംഫറൻസ്, വേസ്റ്റ് ഹിപ്പ് റേഷ്യോ തുടങ്ങിയിട്ടുള്ള പല മെഷർമെന്റ്സും ഉണ്ട്. അതല്ലാതെ നമുക്ക് പല ടെസ്റ്റുകൾ വഴി ലിപ്പിഡ് പ്രൊഫൈലൊക്കെ കൂടിയിരിക്കുകയാണോ എന്നുള്ളതൊക്കെ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കിപ്പോൾ BMIയിലൂടെ എങ്ങനെയാണ് വെയിറ്റ് കൂടുതലാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയുക എന്നത് നോക്കാം. എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും നല്ല മാർഗവും ഇത് തന്നെയാണ്. BMI എന്ന് പറയുന്നത് ബോഡി മാസ് ഇൻഡെക്സ് ആണ്. നമ്മുടെ BMI നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഇതൊരു ഫോർമുലയാണ് ഇതിനുള്ളത്. വെയിറ്റ് ഇൻ കിലോഗ്രാം ഡിവൈഡഡ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ. അതായത് നമ്മുടെ കിലോഗ്രാമിലുള്ള വെയിറ്റ് നമ്മുടെ ഹൈറ്റ് കൊണ്ട് രണ്ടും കൂടി ഹരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഹൈറ്റ് മീറ്റർ സ്ക്വയറിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഉദാഹരണത്തിന് ഇപ്പൊ 55 കിലോ ഉള്ള ഒരാള്, അപ്പം 55 ഡിവൈഡഡ് ബൈ ഇപ്പൊ അയാളുടെ ഹൈറ്റ് എന്ന് പറയുന്നത് 1.57 ആണ് എന്ന് വിചാരിക്കുക. അപ്പൊ 1.57 ഇൻറ്റു 1.57 ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മുടെ BMI മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇങ്ങനെ കിട്ടിയ നമ്മുടെ BMI കൊണ്ട് നമുക്ക് വെയിറ്റ് കൂടുതലാണോ കുറവാണോ എന്ന് എങ്ങനെയാണ് അറിയാൻ സാധിക്കുക? ഇപ്പൊ കിട്ടിയതായിട്ടുള്ള നിങ്ങളുടെ BMI 18.5 കുറവാണ് എന്നുണ്ടെങ്കിൽ വെയിറ്റ് കുറവാണ്, ലോ വെയിറ്റ് ആണ്. 18.5 മുതൽ 24.9 വരെയുള്ളത് നമുക്ക് ആവശ്യമായിട്ടുള്ള വെയിറ്റ് ആണ് എന്നതാണ് കാണിക്കുന്നത്. 25 മുതൽ 29.9 വരെ നിങ്ങൾക്ക് അമിതവണ്ണം ഉണ്ടെന്ന് കാണിക്കുന്നു. 30 മുതൽ 34.9 വരെയുള്ളത് ഒബേസിറ്റി, പൊണ്ണത്തടിയാണ്. അത് ഗ്രേഡ് 1 ഒബേസിറ്റി എന്ന് പറയുന്നു. 35 മുതൽ 39.9 വരെ ഗ്രേഡ് 2 ഒബേസിറ്റി ആണ്. 40ഉം അതിൽ കൂടുതലുമുള്ളത് വളരെ പ്രശ്നമാണ്, അത് ഗ്രേഡ് 3 ഒബേസിറ്റി ആണ്. സാധാരണ നമ്മൾ ഇപ്പോൾ ചിലപ്പോഴൊക്കെ 23-ൽ കൂടുക എന്നത് അമിതവണ്ണമായിട്ട് കണക്കാക്കാറുണ്ട്. അപ്പം ഒരു 23-ൽ കൂടുതലുള്ളവരൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പൊ തന്നെ ഒന്ന് കണക്ക് കൂട്ടി നോക്കുക ഏത് റേഞ്ചിലാണ് വരുന്നത് എന്നുള്ളത്. അപ്പൊ ഇതിന്റെ വാല്യൂ കൂടുന്തോറും പ്രശ്നം കൂടി വരികയാണ് ചെയ്യുന്നത്. നമ്മൾ പുറമേ കാണുമ്പോൾ ഒരാൾക്ക് വണ്ണം കൂടുതലുണ്ട് എന്നത് അതൊക്കെ ആ പുറമേ കാണുന്നതായിട്ടുള്ള ബാഹ്യമായ പ്രശ്നം മാത്രമാണോ ഈ അമിതവണ്ണം അല്ലെങ്കിൽ പൊണ്ണത്തടി എന്ന് പറയുന്നത്? ഒരിക്കലും അല്ല. ഈ അമിതവണ്ണം നമ്മളെ പല രോഗങ്ങളിലേക്കും നയിക്കാനായിട്ട് കാരണമാകുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ അമിതവണ്ണം കുറയ്ക്കുക എന്നത് നമുക്ക് ഈ രോഗങ്ങൾ വരാണ്ടിരിക്കാനുള്ള ഒരു പ്രതിരോധത്തിന്റെ മാർഗമായിട്ട് കൂടി കണക്കാക്കേണ്ടതായിട്ടുണ്ട്. ഒരുപാട് രോഗങ്ങൾ അമിതവണ്ണം ഉള്ളവർക്ക് കണ്ടുവരുന്നുണ്ട്. BP കൂടിയതായിട്ടുള്ള അവസ്ഥ, അതായത് ഹൈപ്പർ ടെൻഷൻ, കൊറോണറി ആർട്ടറി ഡിസീസ്, സ്ട്രോക്ക്, ഇതെല്ലാം നമുക്ക് ഒരു ഹൃദ്രോഗം, ഹൃദയത്തിന്റെ പ്രശ്നങ്ങളായിട്ട് കണക്കാക്കാം. പിന്നെ നമ്മുടെ തൊലിപ്പുറത്ത് ചെറിയ ചെറിയ കുരുക്കൾ വരിക, സ്ട്രെച്ച് മാർക്ക്, സെല്ലുലൈറ്റിസ് പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാവുന്നു. ശ്വാസകോശത്തിന്റെ കാര്യമാണെങ്കിൽ കിതപ്പ് ഉണ്ടാവാറുണ്ട്. അതേപോലെ ആസ്മ, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ പോലെയുള്ള കണ്ടീഷൻസ്, നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ്, ഗ്യാസ്ട്രോ ഈസോഫേഗൽ റിഫ്ലെക്സ് ഡിസീസ്, അതായത് GERD എന്ന് പറയുന്നത്, ഹെർണിയ, ഗോൾ ബ്ലാഡർ സ്റ്റോൺ, അതായത് പിത്താശയ കല്ല്, കോളൻ ക്യാൻസർ, ഇങ്ങനെയുള്ള രോഗങ്ങളും ഉണ്ടാവുന്നുണ്ട്. മറവി വരെ നമുക്ക് ഈ അമിതവണ്ണം കാരണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് അമിതവണ്ണം എങ്ങനെ കുറയ്ക്കാം എന്ന് നോക്കാം. 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, നമ്മുടെ ഭക്ഷണ രീതി. നമ്മൾ എന്ത് കഴിക്കുന്നു, എത്ര കഴിക്കുന്നു എന്നത് പ്രധാനമാണ്. കാരണം അമിതവണ്ണം എന്ന് പറയുന്നത് എനർജി ഇംബാലൻസ് കൊണ്ട്, അതായത് ഊർജത്തിന്റെ അസന്തുലിതമായിട്ടുള്ള അവസ്ഥ കാരണം ഉണ്ടാവുന്നതായിട്ടുള്ള രോഗമാണ്. അപ്പൊ നമ്മൾ എന്ത് കഴിക്കുന്നു, ഈ കഴിച്ചതായിട്ടുള്ള
ഭക്ഷണം നമുക്ക് ഒരു ഊർജം തരുന്നുണ്ട്. ഈ ഊർജം നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് പ്രധാനമാണ്. അതാണ് രണ്ടാമത്തെ കാര്യം, ഫിസിക്കൽ ആക്ടിവിറ്റി, ശാരീരികമായിട്ടുള്ള വ്യായാമം. നമ്മൾ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ കിട്ടുന്നതായിട്ടുള്ള ഊർജം ഏത് രീതിയിൽ എങ്ങനെയെല്ലാം ഉപയോഗിക്കുന്നു, അതായത് നമ്മൾ കുറച്ച് ഊർജമാണ് ഉപയോഗിക്കുന്നത് എന്ന് ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് അമിതവണ്ണം ഉണ്ടാവുന്നത് കണക്കാക്കുക. ഇനി മൂന്നാമത്തെ കാര്യമാണ് ബിഹേവിയറൽ മോഡിഫിക്കേഷൻ. അതായത് മേൽ പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എങ്ങനെ പ്രാവർത്തികമാക്കുന്നു എന്നത്. ഈ മൂന്ന് കാര്യങ്ങൾ കൂടാതെ നമ്മൾ വരുത്തുന്ന ഏറ്റവും വലിയൊരു മിസ്റ്റേക്കും കൂടി ഞാൻ ഇതിൽ പറയുന്നുണ്ട്. നമുക്കിനി ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേത് ഡയറ്റ്, നമ്മുടെ ഭക്ഷണ രീതി. ദിവസവും നമ്മൾ എത്ര കാലറീസ് കഴിക്കുന്നു എന്നത് പ്രധാനമാണ്. ഇത് നമ്മൾ മെല്ലെ കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. ആദ്യം നമുക്ക് ഒരു 500 മുതൽ 750 കാലറി വരെ ദിവസവും കുറച്ച് കൊണ്ടുവരാം. പക്ഷെ എന്നിരുന്നാലും ഒരു ഡോക്ടറിനെ കണ്ടതിന് ശേഷം ഡോക്ടർ നിർദ്ദേശപ്രകാരം നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം, എത്ര കാലറി കുറയ്ക്കണം എന്നത് തീരുമാനിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ സ്വന്തം ഇഷ്ടപ്രകാരം നമ്മൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ വീണ്ടും പ്രശ്നങ്ങളിലേക്ക് നമ്മൾ നയിക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ശരീരത്തിന്റെ ഭാരം അനുസരിച്ചിട്ട് എത്ര കാലറികൾ ദിവസവും കുറച്ച് കൊണ്ടുവരണം എന്നതെല്ലാം മാറുന്നതുമായിരിക്കും. നമ്മുടെ ഭക്ഷണത്തിന്റെ അളവ് സാധാരണ കഴിക്കുന്നതിനേക്കാളും കുറച്ച് ദിവസവും ഇങ്ങനെ കുറച്ച് വരാനായിട്ട് ശ്രമിക്കുക. പഴം, പച്ചക്കറികള്, ഓട്സ്, സൂപ്പ് ഇതെല്ലാം നമുക്ക് ധാരാളമായി കഴിക്കാവുന്നതാണ്. വറുത്ത സാധനങ്ങൾ, ഫ്രൈഡ് ഐറ്റംസ് എല്ലാം കുറച്ച് കൊണ്ടുവരണം. പൊട്ടറ്റോ ചിപ്സ്, റെഡ് മീറ്റ് ഇവയൊന്നും കഴിക്കാൻ പാടില്ല. പാൽ ഉൽപ്പന്നങ്ങൾ നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് സ്കിംഡ് ഡയറി പ്രൊഡക്ട്സ് കിട്ടും, അത് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമുക്ക് സാധാരണ ദാഹിക്കുന്ന സമയത്തൊക്കെ നമ്മൾ കൂൾ ഡ്രിങ്ക്സ്, അതേപോലെ അങ്ങനെ മധുരമുള്ളതായിട്ടുള്ള പാനീയങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ടാങ്ക് ഒക്കെ കുടിക്കുക. ഇതിന് പകരം നമ്മൾ സാധാരണ വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചീസ് കഴിക്കാൻ പാടില്ല. നമ്മുടെ ശരീരത്തിന് കൂടുതലായിട്ട് ഊർജം തരുന്നതായിട്ടുള്ള ഭക്ഷണങ്ങളെ എല്ലാം ഒഴിവാക്കണം. എന്താ ഉണ്ടാവാന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ എനർജി ഫുഡ്സ്, അതായത് നമ്മുടെ ശരീരത്തിന് കുറച്ച് ഊർജം തരുന്നതായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പം നമുക്ക് വിശപ്പ് കുറയും, നമുക്ക് അധികം ഊർജം ലഭിക്കുന്നുമില്ല. അങ്ങനെ ആവുമ്പോൾ നമ്മുടെ വണ്ണം കുറയാനായിട്ട് അത് സഹായിക്കും. രണ്ടാമത്തേതാണ് ഫിസിക്കൽ ആക്ടിവിറ്റി, അതായത് ശാരീരികമായിട്ടുള്ള വ്യായാമം. നമ്മൾ ദിവസവും വ്യായാമങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ആഴ്ചയിൽ 150 മിനിറ്റ് നമ്മൾ മിതമായിട്ടുള്ള മോഡറേറ്റ് വ്യായാമമാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് 150 മിനിറ്റ് ഒരാഴ്ചയിൽ ചെയ്യാം. ഇതിപ്പം നമ്മൾ 2 ദിവസം കൊണ്ട് 150 മിനിറ്റ് തീർക്കുക എന്ന കണക്കിലല്ല, ഈക്വൽ ആയിട്ട് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പം ഒരു 5 ദിവസം, ആഴ്ചയിൽ 5 ദിവസം എന്ന കണക്കെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് 30 മിനിറ്റ് ഒരു ദിവസം എന്ന രീതിയിൽ ചെയ്യാവുന്നതാണ്. ഇത് നമ്മൾ വിഗറസ് ആയിട്ടുള്ള എക്സസൈസ്, ഭയങ്കര കഠിനമായിട്ടുള്ള വ്യായാമങ്ങളാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ 75 മിനിറ്റ് വീതം ഓരോ ആഴ്ചയിലും ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഈ വ്യായാമങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുന്നത്, വീട്ടിലെ പണികൾ ചെയ്യുന്നത്, എന്തെങ്കിലും സ്പോർട്സ് പോലെയുള്ള കാര്യങ്ങൾ, വേഗതയിലുള്ള നടത്തം, നമ്മൾ സ്റ്റെപ്പ് കയറുക, ഇതെല്ലാം ഈ വ്യായാമത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇപ്പൊ നമ്മൾ സാധാരണ സ്മാർട്ട് വാച്ച് ഒക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും എത്ര സ്റ്റെപ്പ് നടന്നു എന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ പീഡോമീറ്റർ നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും, അതിൽ നമുക്ക് ഓരോ ദിവസവും എത്ര സ്റ്റെപ്പ് നടന്നു എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് നോക്കാനായിട്ട് സാധിക്കും. മൂന്നാമത്തെ കാര്യമാണ് ബിഹേവിയറൽ തെറാപ്പി. നമ്മളെ തന്നെ സ്വയമായിട്ട് ഒന്ന് വിലയിരുത്തുക, ഒരു സെൽഫ് അസസ്മെന്റ് നടത്തുക. അതായത് ഉദാഹരണത്തിന് നമ്മളൊരു ബുക്ക് പോലെ അല്ലെങ്കിൽ ഒരു ചെറിയ ഡയറി പോലെ മാറ്റി വെക്കുക. ഇതിൽ നമ്മൾ ഓരോ ദിവസവും എന്തൊക്കെ ഭക്ഷണങ്ങളാണ് കഴിച്ചത്, എത്ര നേരം നമ്മൾ വ്യായാമം ചെയ്തു, എത്ര സ്റ്റെപ്പ് നമ്മൾ നടന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഓരോ ദിവസവും എഴുതി വെക്കുക. അപ്പൊ നമുക്ക് തന്നെ നമ്മളൊന്ന് വിലയിരുത്താനായിട്ട് സാധിക്കും. ഇത് ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരാനായിട്ടുള്ള ഒരു അവസരം കൂടിയിട്ടാണ് അത്. പിന്നെ ഒന്നാണ് നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുക എന്നത്. സ്ട്രെസ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ണം കൂടുന്നതാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചെറിയ പ്ലേറ്റിൽ കഴിക്കുക, കുറച്ച് എമൗണ്ട് കഴിക്കുക, നമുക്ക് തന്നെ ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ അങ്ങനെയുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള ഓരോ ചിന്തകള് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുക. ഇത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ വരുത്തുന്ന മിസ്റ്റേക്ക് എന്താണ്? പലർക്കും തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ് നമ്മൾ പട്ടിണി കിടന്നു കഴിഞ്ഞാൽ വണ്ണം കുറയും എന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. പട്ടിണി കിടക്കുമ്പം നമുക്ക് വേണ്ടതായിട്ടുള്ള പോഷകാഹാരങ്ങൾ ലഭിക്കുന്നില്ല. അപ്പൊ എന്താണ് പറ്റുക? നമുക്ക് അതിലൂടെ പിന്നീട് രോഗങ്ങൾ ഉണ്ടാവാനായിട്ട് കാരണമാകും. അപ്പൊ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അപ്പൊ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആർക്കെങ്കിലും വണ്ണം കൂടുതലുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക, അവർക്ക് ഉപകാരമാവട്ടെ. സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി. താങ്ക് യു.